ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ സമയം 10:45 തോന്നുന്നു. ഓൾമോസ്റ്റ് 11 മണിയാവാറായി. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പം യൂഷ്വലി എൻ്റെ സാറ്റർഡേയ്സ് ഞാൻ എൻ്റെ ഫോണെല്ലാം ഞാൻ എന്താ പറയുക സൈലൻറ്റിലാക്കി വെക്കും. അത് ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ പോകാറില്ല. പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കത്തില്ല. എന്തിനും എനിക്ക് സാറ്റർഡേ ദിവസം മാത്രമാണ് ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ കിട്ടുന്നത്. അപ്പം സാറ്റർഡേയുടെ ദിവസം ഞാൻ എല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഉറങ്ങും. അത് വല്ല എമർജൻസി ഉണ്ടെങ്കിൽ ജോസിനെ വിളിക്കും വീട്ടിൽ നിന്ന്. എന്നിട്ട് ജോസ് എനിക്ക് വന്ന ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീക്കും. എനിക്ക് രാവിലെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കൊച്ചിലെ തൊട്ടത് അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ മാറിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പം അല്ലെങ്കിൽ 7:30 ആകുമ്പോഴത്തേക്ക് എണീക്കേണ്ടി വരുന്നത്. പക്ഷേ എനിക്ക് രാവിലെ എണീക്കുന്നത് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഞാൻ എൻ്റെ സാറ്റർഡേ വ്ളോഗ് ചെയ്യാം. ഇന്ന് കുറേ പരിപാടികളുണ്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് വ്ളോഗ് ചെയ്ത് കാണിക്കാം എന്നാലോചിച്ചു. അങ്ങനെ ഇരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കുറേ പേര് കണ്ടിട്ടുണ്ട്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അങ്ങനെ തന്നെ ഇനിയുമുള്ള വീഡിയോസ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മോർണിംഗ് ആണ് സാറ്റർഡേ മോർണിംഗ്. എന്തിന് മൊത്തം ആഴ്ച പണി ചെയ്ത് കഴിഞ്ഞിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീക്കാൻ കിട്ടുന്ന ഒരു ദിവസം. അപ്പം ആരും എന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല. ജോസ് ആണെങ്കിലും പാവം ജോസ് എന്നെ ഒരിക്കലും രാവിലെ ഉറക്കത്തിൽ ഉണർത്തി ശല്യം ചെയ്യാൻ വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ദിവസത്തെ ഉറക്കം നല്ലപോലെ കിട്ടും. 2 ആഴ്ചകൾ മുമ്പ് ഞങ്ങളൊരു പണി ഒപ്പിച്ചായിരുന്നു. ജോസിൻ്റെ മൊത്തം താടി ഷേവ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കാണുന്ന ക്ലിപ്പ് ഞങ്ങൾ 2 ആഴ്ച മുമ്പ് എടുത്തൊരു ക്ലിപ്പാണ്. ഞാൻ ജോസിനെ താടി ഇല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. സ്കൂൾ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ ടൈമിൽ ജോസ് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നല്ലോ. പക്ഷേ കല്യാണം ഉറപ്പിക്കുക ആ ഒരു സമയം തൊട്ട് ഞാൻ ഒരിക്കലും ജോസിനെ താടി ഇല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് താടി ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പം ജോസ് പറഞ്ഞു താടി ഫുൾ ഷേവ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് തന്നെ വന്നു. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തു. ദ റിസൾട്ട്. Now let's see the final look. വാ 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 വാ. തന്നെ കാണാൻ ശരിക്കും വേറൊരാളെ പോലെ. അപ്പോൾ അതായിരുന്നു ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ ഷോട്ട്. ഇനി ബാക്ക് ടു ദ വീഡിയോ. ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ഫേസ് വാഷ് ഉപയോഗിക്കാറില്ല. അതിന് പകരം ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം ഇങ്ങനെ ഒരു 10-20 വട്ടം ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് കഴുകും. അപ്പം ശരിക്കും നമ്മുടെ ഫേസ് ഇങ്ങനെ റിഫ്രഷ് ആവും. നല്ലപോലെ നമ്മുടെ ഫേസിൽ നമുക്ക് ഫീൽ ചെയ്യാം ആ ബ്ലഡ് സർക്കുലേഷൻ മൊത്തം വന്നത്. എന്നിട്ട് ക്ലീൻ ഫേസിൽ ഞാൻ മോയ്സ്ചറൈസർ SPF ഉള്ള ഒരു ക്രീം ഇങ്ങനെ പുരട്ടി വെക്കും. എന്തിനാ SPF പുരട്ടണം എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ശീലം ഇല്ലായിരുന്നു. ഞാനിപ്പോൾ പയ്യെ ആ ശീലം ഉണ്ടാക്കി വരിക. അപ്പം ഞാൻ മോയ്സ്ചറൈസിങ്ങും SPF രണ്ടും ഉള്ള ഒരു ക്രീമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ജോസിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇസ്താംബുൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ അതിനകത്ത് സിബിയൻ ഫാമിലി എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മിക്കവാറും ജോസിൻ്റെ അച്ഛന് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഏറ്റവും രാവിലെ ഞാൻ കുടിക്കുന്ന സംഭവമാണ് ഇത്. തലേദിവസം രാത്രി ഞാൻ അജ്വൈനും പിന്നെ ഫെനുഗ്രീക്ക് സീഡും വെള്ളത്തിലിട്ടിങ്ങനെ വെക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അത് തിളപ്പിച്ചിട്ട് അത് കുടിക്കും. എന്തിനാ അത് നല്ലതാണെന്നാണ് പറയുന്നത്. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു അത് രാവിലെ എല്ലാ ദിവസവും കുടിക്കണമെന്ന്. ഈ ഹോർമോണൽ പ്രോബ്ലംസൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. എനിക്ക് ഈ പീരിയഡ്സിനൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് മുടങ്ങാതെ എല്ലാ ദിവസവും അങ്ങനെ കുടിക്കും. പിന്നെ രാവിലത്തെ എൻ്റെ കുറേ വൈറ്റമിൻസും മരുന്നുകളൊക്കെ ആ സമയത്ത് കഴിച്ച് സെറ്റാവും. ഡിഷ് വാഷർ കണ്ടുപിടിച്ച ആളെ ഞാൻ നമിച്ചിരിക്കുന്നു.
ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ എത്ര സമയം ലാഭിക്കുന്നുണ്ടെന്നറിയാം. മിക്ക ദിവസവും ഞങ്ങൾ രാത്രി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉള്ള പാത്രങ്ങളെല്ലാം ഡിഷ് വാഷറിൽ ലോഡ് ചെയ്യും, എന്നിട്ട് അതങ്ങ് ഓൺ ചെയ്തിട്ട് വിടും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും മൊത്തം പാത്രങ്ങൾ ക്ലീനായി വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പം ഈയിടെ മമ്മീനോട് വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ മമ്മീനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ നാട്ടിലേക്കും ഒരെണ്ണം വാങ്ങിക്കാം, എന്തിനും ഇത് എത്ര നല്ലതാണ്. ഇപ്പം പ്രായമായവരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും അവർ എത്രയെന്ന് വെച്ചുകൊണ്ടാണ് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടെടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്കും സുഖമാണ്. പിന്നെ വെള്ളം പോകുന്നതിൻ്റെ പ്രശ്നമാണെങ്കിൽ ഡിഷ് വാഷറിൽ പാത്രം കഴുകുന്നതാണ് കൈ കൊണ്ട് കഴുകുന്നതിനെക്കാട്ടിലും കുറവ് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം വെള്ളവും നമുക്ക് നഷ്ടമാവത്തില്ല. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിരിക്കുന്നു. അത് ഓൾമോസ്റ്റ് ഞാൻ ഹാഫ് വരെ ആക്കും. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വരെ അത് ഞാൻ പറ്റിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഇച്ചിരി ചൂട് പോയിട്ട് ഞാനത് കുടിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ഇന്നുണ്ടാക്കിയത് ഭയങ്കര എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. ധൃതിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പച്ചക്കറിയിൽ നമുക്ക് വേണ്ടത് സവോള വേണം, തക്കാളി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം. ഈ 4 വെജിറ്റബിൾ മാത്രം മതി. അത് നമ്മൾ മൊത്തം ചോപ്പ് ചെയ്ത് സ്ക്വയർ കഷ്ണത്തിൽ ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് ഒരു പാനിലോട്ട് ജീരകം ഇട്ടിട്ട് അതിനകത്തോട്ട് ഈ പച്ചക്കറിയെല്ലാം ഇട്ട് വഴറ്റിയിട്ട് പിന്നെ മസാല ഇട്ട് മുട്ട പൊട്ടിച്ചിട്ടാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ കറിയുടെ കൂട്ടി കഴിക്കാനായിട്ട് വേണ്ടി ഞാൻ തലേദിവസമേ ഇവിടെ ഞാൻ ആദ്യമായിട്ട് റാഗി പൗഡർ വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് റാഗി റോട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ കുഴച്ച് തലേദിവസം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചായിരുന്നു. അപ്പോൾ അത് ഈ പരുവായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി എണ്ണ ഉപ്പ് ഇട്ടു, എന്നിട്ട് 1 കപ്പ് റാഗി മാവ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യും. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ ഉപ്പുമാവ് പോലെ ഒരു പരുവാവും. അത് കഴിഞ്ഞിട്ട് നമ്മളത് അടുപ്പും കൊണ്ട് അടച്ചു വെച്ചിട്ട് അതിൻ്റെ തണുക്കാനായിട്ട് വേണ്ടി അത് വെക്കണം. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് ഇങ്ങനെ ഉണ്ട പരുവാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഉണ്ടാക്കി നോക്കാം. അങ്ങനെ അപ്പോൾ ഈ സാറ്റർഡേസ് ഇപ്പം നമ്മൾ വീക്ക്ലി എല്ലാം ദിവസവും നമ്മൾ വീട്ടിലൊന്നും വിളിക്കത്തില്ല. സാറ്റർഡേയ്സാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ വീട്ടിലെല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്ന സമയം അപ്പോഴാണ്. അപ്പോൾ ഈ പരുവായി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് 3 ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. ഫോൺ അവൾ എവിടെയാണ് കാണിക്കുന്നത്? എനിക്കും വെളിയിൽ പോവാം, എനിക്കും ഇങ്ങനെ പറക്കാം. ഇത് കണ്ടോ, ഇമ്മി കാരണം വീട്ടിലൊരു പ്രൈവസി. ഹായ് പറ, ഹായ് ഇവിടെ ഹായ് പറ. ഇമ്മി വ്ലോഗ് എടുക്കുക. ഇനി അമ്മ ഹായ് പറയട്ടെ, അമ്മയും കൂടെ ഹായ് പറയട്ടെ. ഹായ് പറയടി. വീഡിയോയ്ക്ക് 5 ഡിസ്ലൈക്ക് കിട്ടി. മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ ആദ്യം ഓർത്തത്. പക്ഷെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങാൻ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ എന്നെ അടുത്ത് ഷാക്ഷൂക്ക എന്ന് വെച്ചിട്ടുള്ളൊരു ഡിഷില്ലേ, അതിനകത്ത് അവർ മുട്ട പൊട്ടിച്ചിടുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ അടിച്ചു നോക്കും. അപ്പം എനിക്കൊന്ന് ഇത് ഷാക്ഷൂക്കയും മുട്ട റോസ്റ്റിൻ്റെ ഒരു രീതിയായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ കാണോ, ഞാൻ നല്ലപോലെ വേറൊരു ക്ലിപ്പിൽ കാണിക്കാം. പിന്നെ ഞാൻ റാഗി റോട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ റാഗി റോട്ടി ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഷേപ്പൊന്നും ഇല്ല ഇതിന്, പക്ഷെ ഇത് ഇങ്ങനെയായി മാറിയിട്ടുണ്ട്. എനിക്ക് അതിനുള്ള ടേസ്റ്റ് എങ്ങനെയായിരിക്കും കഴിച്ചിട്ട് പറയാം. ആദ്യത്തെ ഇച്ചിരി കരിഞ്ഞു പോയി, സാരമില്ല, അതും കഴിക്കാം. ആദ്യത്തെ കരിഞ്ഞു പോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിലോട്ട് ബട്ടർ ഒന്നും തേച്ചില്ല. രണ്ടാമത്തേൽ ഞാൻ ഇച്ചിരി ബട്ടർ തേച്ച് കൊടുത്തപ്പോഴത്തേക്കും അങ്ങനെ ആ കളറിൽ വന്നേ ഇങ്ങനെ. പക്ഷെ ഇതിനെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മാവ് ഭയങ്കര സ്റ്റിക്കിയാണ്, കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ പൊടി എടുക്കണം അത് പരത്തുമ്പോൾ. എന്നിട്ട് അതിങ്ങനെ പൊടിയാതെ പരത്തിയെടുക്കണം. സത്യം പറഞ്ഞാൽ നമ്മുടെ നോർമൽ ചപ്പാത്തീനെക്കാട്ടിലും ഒത്തിരി സോഫ്റ്റായിരുന്നു ഈ റൊട്ടി. കഴിക്കാൻ നല്ല ഡെലിഷ്യസ് ടേസ്റ്റിയുമായിരുന്നു ആ ഒരു മുട്ടയുടെ കറിയുടെ കൂട്ടത്തിൽ.
ഞാൻ നേരത്തെ കാണിച്ച മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് മുട്ട പൊട്ടിച്ച് അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് അടപ്പും കൊണ്ട് അടച്ച് വെച്ചാൽ ഈ പരുവാവും. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഏതെങ്കിലും ദിവസം എന്തെങ്കിലും കറി ഉണ്ടാക്കണമെങ്കിൽ ഇതുണ്ടാക്കി ഇതിൻ്റെ കൂട്ടത്തിൽ പുട്ടോ പാലപ്പോ ചപ്പാത്തിയോ റാഗി റോട്ടിയോ എന്ത് വേണേൽ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ എപ്പോൾ എന്ത് ഭക്ഷണം എടുത്താലും ഞാൻ ഇച്ചിരി അച്ചാറെടുക്കും. എനിക്ക് എരിവും പുളി ഇച്ചിരി വേണം. അതുകൊണ്ട് ഞാൻ അച്ചാർ കൂട്ടിയെല്ലാം കഴിക്കുന്നത്. എനിക്ക് കഴിച്ചിട്ട് കുറേ ഇഷ്ടപ്പെട്ടു. ജോസിനും കുറേ ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്ങനെ ഉണ്ടെന്ന് പറ. എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫസ്റ്റ് ടൈമത്തെ റാഗി റോട്ടി. 8 out of 10. വാട്ട് അബൌട്ട് മൈ മുട്ട റോസ്റ്റ്? ആക്ച്വലി ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനിരുന്നത്, പക്ഷെ മുട്ട പുഴുങ്ങാൻ മറന്നുപോയി. അപ്പം ഞാൻ മുട്ട പൊട്ടിച്ചിട്ടു. അപ്പം ഷാക്ഷുക കം മുട്ട റോസ്റ്റായി. ഏയ് എല്ലാവരും ഓർക്കുന്നത് ഭയങ്കര സീരിയസ് ആളാന്ന്. അവൻ ചിരിച്ചു കാണിക്കാം. 8 out of 10 എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ രണ്ടുപേരും പാത്രം വടിച്ച് മൊത്തം കറിയും ചപ്പാത്തിയും എല്ലാം തീർത്തു. ആ കരിഞ്ഞ റോട്ടി വരെ ഞങ്ങൾ തിന്നു. രാവിലെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുക്കാനേ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ തന്നെ കുറേ പണികളുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ആക്ച്വലി ഞാൻ ആ വീഡിയോ ഓൺ ചെയ്ത് വെക്കേണ്ടിയിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് സമയം കഴിഞ്ഞു. ഇപ്പം ഞങ്ങളൊരു ഡിന്നറിന് പോവാം ജോസിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്. ജോസ് നേരത്തെ പോയി. എന്തിനാ ജോസ് ജിമ്മിൽ പോയിട്ട് അതുവഴി ഡയറക്റ്റ് അങ്ങോട്ട് വരിക. അപ്പം ഞാൻ ഇപ്പോൾ പോകുന്നതേ ഉള്ളൂ. അവിടെ പോയി ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്കുള്ള ഇച്ചിരി വീഡിയോ ഞാൻ എടുക്കാൻ നോക്കാം. What is it called? Can you say it? Can I say? Yeah. Guacuon. Guacuon. Yeah, explain. Guacuon. Tôm. Guacuon gà. Guacuon tofu. So Because this is tofu, this is a prawn, this is chicken, this is prawn. oh, This is peanut sauce. okay. This is hoisin sauce. Okay. Yeah, both beautiful. She makes. So this is chicken prawns, and this is also same, right? Same prawn, and we have. I don't want to slide on my face. No one knows. Look, let's go. Eat. That's it. Sound effects. Good reaction. 10 out of 10. Okay, good. I didn't get the prawns. Exaggerate. Come on. Tasty. You're covering the mouth. Am I? What's laughing? It's not fun. It's delicious. No, it's actually good. You need to do like this. I taste fried onions also. Oh my god, don't zoom it. Full year? Huh? Full year? Yeah, 1 year. Oh, nice, man. ഫൈനലി ഐ ആം ബാക്ക് ഹോം. എല്ലാം ഷടപടയെന്നായിരുന്നു. ഞാൻ ചെന്ന പാടെ അവിടെ ജോസിൻ്റെ ഫ്രണ്ട്സും ഓൾറെഡി വന്നിരിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നതൊരു
വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പം ആ ഫ്രണ്ട്സ് വിയറ്റ്നാമീസ് ആയിരുന്നു. അതുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു എന്ത് ഓർഡർ ചെയ്യണം, ഇവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് എന്താ, പിന്നെ വിയറ്റ്നാമീസ് സ്പെഷ്യൽ ഡിഷ് എന്തൊക്കെയാണ്, അതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ഞങ്ങൾ അതനുസരിച്ച് ഓർഡർ ചെയ്തു, കഴിച്ചു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കുസീനായിരുന്നു. എൻ്റെ പകുതി ലിപ്സ്റ്റിക്ക് ഞാൻ തിന്നു നോക്കൂ. ഞാൻ മൊത്തം ചുമന്ന് നല്ല അടിപൊളിയായിട്ട് ഫുൾ റെഡ് ലിപ്സ് ആയിട്ട് പോയതാണ്, പക്ഷെ മൊത്തം തിന്ന്. അപ്പം ഫുഡ് അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3-4 പേരുടെ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സ്മോൾ ഗ്യാതറിങ്സ്, അതൊക്കെ എനിക്ക് കൂടുതലും ഇഷ്ടം. ഈ 10-20 പേര് വിളിച്ചിട്ട് പാർട്ടി ചെയ്യുന്നതിലും താല്പര്യം ഞാൻ പോവാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ ചെറിയ ചെറിയ സ്മോൾ ഗ്യാതറിങ്സിൽ. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഗ്യാതറിങ്സിലാണ് നമ്മൾ കൂടുതലും ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ നടത്താൻ പറ്റും. അല്ലെങ്കിൽ മറ്റേ പാർട്ടീസൊക്കെ എനിക്ക് തോന്നുന്നത് എല്ലാവരെയും കാണും, പകുതി ഒരു 5 സെക്കൻഡ് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കും, പിന്നെ വേറെ ഒരാളോട് സംസാരിക്കും, പിന്നെ വേറെ ഒരാളോട് സംസാരിക്കും. അപ്പം നമ്മുടെ അവിടുത്തെ കോൺവെർസേഷൻ കംപ്ലീറ്റും ആവുന്നില്ല. എന്നിട്ട് നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ബട്ടർഫ്ലൈനെ കണക്ക് ഇങ്ങനെ ഓടി നടന്ന് സംസാരിക്കുക. അപ്പം എനിക്ക് ആക്ച്വലി ഒന്നാമത്തെ കാര്യം, എനിക്ക് ആൾക്കാരോട് മിണ്ടാനായിട്ട് വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തിനാ, എനിക്ക് അത്രയും അറിയാവുന്ന ആൾക്കാരോട് മാത്രം ഞാൻ ഒത്തിരി ഇങ്ങനെ കമ്പനി ആവത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കുറേ സമയം എടുക്കും ഒരാളുമായിട്ട് മിണ്ടി സംസാരിച്ച് ഒരു നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി വരാനായിട്ട് വേണ്ടി എനിക്ക് സമയം എടുക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്താ ഇട്ടേന്ന് കാണിക്കാനായിട്ട് വേണ്ടി പോകുമായിരുന്നു, പക്ഷെ ഞാൻ മറന്നു. ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ ഇട്ടത്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. എനിക്ക് കൂടുതൽ ഫാഷൻ സ്റ്റൈൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ബേസിക്കാണ് ഇടുന്നത്. എനിക്ക് ഒത്തിരി കളേഴ്സുമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അറിയത്തില്ല എൻ്റെ ഔട്ട്ഫിറ്റിൽ. വീടുകളിലാണെങ്കിൽ ഞാൻ ചെയ്യും, പക്ഷേ ഔട്ട്ഫിറ്റിൽ ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് വെക്കുന്നത്. എനിക്ക് ഈ പാൻസ് കുറേ ഇഷ്ടപ്പെട്ടു, ഈ ബെൽ ബോട്ടം പാൻസ്. പിന്നെ ഈ ബെൽ ബോട്ടം, പിന്നെ ഈ സ്വെറ്റ് ഷർട്ടിൻ്റെ ഞാൻ പല ഇങ്ങനെ ഓഫ് വൈറ്റ്, ബേജ്, ബ്ലാക്ക്, പല കളറിൻ്റെ ഞാൻ ഈ സ്വെറ്റ് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട്, പിന്നെ ഈ ഷൂസ് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു, ഇങ്ങനത്തെ ലോഫേഴ്സ്. അപ്പോൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാം ചെറിയ പാർട്ടീസിനൊക്കെ പോകാൻ ഇവിടെ ഇട്ടുകൊണ്ട് പോകാൻ എളുപ്പമായത്. ഇവിടുത്തെ ഫ്ലോസിൽ നമുക്ക് ഹീൽസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഹീൽസ് അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ ഫ്ലാറ്റ്സാണ് ഇഷ്ടം. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല ഔട്ട്ഫിറ്റല്ല. നാളെ ഇനി എനിക്ക് ഇവിടെ ഞാൻ തുണിയൊക്കെ കണ്ട ബാൽക്കണിയിലെല്ലാം ഞങ്ങൾ ഉണക്കാൻ ഇവിടെ ഇടുന്നത്, ഇതെല്ലാം എടുത്ത് മടക്കിയെടുക്കണം. എന്നിട്ട് ഈ കിച്ചൻ്റെ ഈ പൂക്കളൊക്കെ എൻ്റെ വാടിയതൊക്കെ ഇത് കളയണം. ഇതിനകത്ത് കുറേ വാടിപ്പോയി, അത് കളയണം. പിന്നെ എൻ്റെ ഓർക്കിഡ് കിളുത്തതുണ്ട്. ഇതെനിക്ക് എൻ്റെ ഒരു കൊലീഗ് ഗിഫ്റ്റ് ചെയ്താൽ, പക്ഷെ ഇത് വിൻ്റർ ആയപ്പോഴത്തേക്ക് ഇത് മൊത്തം ഉണങ്ങാൻ തുടങ്ങിയത്. ഇത് കണ്ട ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്പ്രിങ് തുടങ്ങിയപ്പോഴത്തേക്ക് മുട്ട് വന്ന് ഇപ്പോൾ കിളുത്ത് വരണം. എനിക്ക് കുറേ സന്തോഷമായി. ഞാനതിനിപ്പം നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച്. പിന്നെ ഇത് ഒരു ചെടിയായിരുന്നു, ഇതിങ്ങനെ വയലറ്റോ ബ്ലൂ കളറിൻ്റെ പൂ ഉണ്ടാവുന്നതായിരുന്നു. പക്ഷെ അതിപ്പം കിളുത്തിട്ട് ഇനി ഇതിപ്പം പയ്യെ വാടും, പിന്നെയും കിളുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ഇത് വാടി നിൽക്കുന്ന സമയമാണ്. അപ്പം എനിക്ക് ഈ ഏരിയ ഒക്കെ നാളെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങളുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനെ ഞങ്ങൾ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. അവർ വീട്ടിലപ്പോൾ നിൽക്കും. ഒരു സാറ്റർഡേ വരും, സൺഡേ മൺഡേ ഒക്കെ ഇവിടെ കാണും. അപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ ഉറപ്പായിട്ടും ഈസ്റ്റർ വ്ളോഗ് ഇടുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി എന്ന് പറയാനായിട്ട് വേണ്ടി എനിക്കൊന്ന് അവർ 2 പേരും മാത്രമേ ഉള്ളൂ. അവരുമായിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസാണ്. പി ജെ ആണ് പയ്യൻ്റെ പേര്, അവൻ്റെ വൈഫിൻ്റെ പേര് ലെനറ്റ് എന്നാണ്, കുക്കു എന്നാണ് വിളിക്കുന്നത്. അപ്പം പി ജെ എൻ്റെയും ജോസിൻ്റെയും ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ 12th ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ചങ്ങനാശ്ശേരിയിൽ. അപ്പം അങ്ങനെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അവൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഒരു ഫാമിലി ഫീലിംഗ് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഓർത്ത് ഈസ്റ്ററിന് പിന്നെ അവനെ ഇങ്ങോട്ട് വിളിക്കാം, നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ അവരും കാണാൻ രസമായിരിക്കും നെക്സ്റ്റ് വീക്ക്. അതിന് മുമ്പ് ഈ വീടൊക്കെ ഒന്ന് അടുക്കി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, എനിക്കിപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് കിടക്കട്ടെ.
ഹെമ എന്ന് വെച്ചിട്ടുള്ള ഇവിടുത്തെ ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെയാണ്. പക്ഷെ എനിക്കിത് അത്രയും അങ്ങനെ ഇഷ്ടമൊന്നും ആയില്ല. അപ്പം എനിക്കിതെങ്ങനെയെങ്കിലും വാങ്ങിച്ചല്ലോ തീർക്കണമെന്ന് ഓർത്തിട്ട്, എനിക്കത് അങ്ങനെ തന്നെ ഞാൻ കുറേ സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വാങ്ങിച്ചല്ലോ തീർക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. ഇതിങ്ങനെ പാല് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ മേക്കപ്പൊക്കെ എത്ര ക്ഷീണിച്ചിരിക്കുവാണെങ്കിലും ഞാൻ മര്യാദയ്ക്ക് ചെയ്യുന്ന 1-2 കാര്യങ്ങളിലാണിത്. ഞാൻ രാവിലെ ഫേസ് വാഷ് ഉപയോഗിച്ചില്ലായിരുന്നല്ലോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പ് വൃത്തിയായിട്ടാണ് മുഖം കഴുകി എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്തിന് ഓൾറെഡി എൻ്റെ ഫേസ് ക്ലീനാണ്. പിന്നെയും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മളുടെ സ്കിൻ ഇങ്ങനെ കുറേ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനൊരു നല്ല മോയ്സ്ചറൈസിങ് ഏജൻറ്റ് പോലെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് പിന്നെയും ഫേസ് വാഷ് ഇട്ട് കഴുകി കളയുമ്പം ആ നമ്മുടെ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്ത ഓയിൽ മൊത്തം പോവുക. അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അപ്പം രാത്രിക്ക് നല്ലപോലെ മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഫേസ് വാഷ് ഇട്ട് പിന്നെയും കഴുകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അയ്യോ, എനിക്കിപ്പോൾ കട്ടിലായിട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെ എനിക്കൊന്ന് 12:30 ആയി, ഓൾമോസ്റ്റ് 1 മണിയാവാറായി. ഞാൻ ജോസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. ജോസ് ഇതുവരെയായിട്ട് വന്നില്ല. ജോസിൻ്റെ പാർട്ടി കഴിഞ്ഞിട്ട് മിക്കവാറും ഇനിയിപ്പോൾ ലേറ്റായിട്ടേ വരത്തുള്ളായിരിക്കും. അപ്പം ഞാൻ എന്തായാലും കയറി കിടന്നുറങ്ങാൻ പോവാം. അപ്പം അതായിരുന്നു ഞങ്ങളുടെ യൂഷ്വൽ സാറ്റർഡേയ്സ്. ഇതിലും ഉപരിയൊന്നുമില്ല പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് വേണ്ടി. ഇതൊക്കെ തന്നെയാണ് യൂഷ്വൽ സാറ്റർഡേയ്സ് ആംസ്റ്റർഡാമിൽ. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ അത്രയും സുഖമുള്ള കാലാവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ട് എങ്ങും പുറത്ത് പോകാൻ ഇന്ന് ഞാൻ ഓർത്തത് ഇവിടുത്തെ ഞങ്ങൾ ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്നിടത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കാം അവിടെ ചെന്നിട്ട്. ഞങ്ങളിവിടെ ടെക്കായിലാണ് വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ. അപ്പം അവിടുത്തെ ഇച്ചിരി ക്ലിപ്പൊക്കെ എടുക്കാമെന്ന് ഓർത്താൽ, പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ലായിരുന്നു. മഴയും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് പുറത്ത് അങ്ങനെ ഉച്ച സമയത്ത് ഇറങ്ങാനുള്ള മനസ്സില്ലായിരുന്നു. പിന്നെ എന്തായാലും ഡിന്നറിനും പോകണ്ടല്ലായിരുന്നു ഓർത്തിട്ട് മടി പിടിച്ച് ഞാൻ ഡിന്നറിന് എങ്ങനെയൊക്കെയോ പോയതാണ്. എനിക്ക് അവസാന നിമിഷം വരെ ഡിന്നറിന് പോകണ്ട, ഞാൻ എങ്ങനെയെങ്കിലും മുടക്കാനായിട്ടുള്ള കാരണം തപ്പിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പിന്നെ ഓർത്തില്ല, എല്ലാം ഞാൻ പോയിട്ട് വന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻ്റായിരുന്നു. അവിടെ ഞാൻ ഉറപ്പായിട്ടും പിന്നെയും പോകും, അവിടുത്തെ ആ സ്പ്രിംഗ് റോൾ കഴിക്കാനായിട്ട് വേണ്ടി. അത് നല്ലതായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസം. ബൈ. Subscribe to my channel. Subscribe to my channel. Yay!